ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെസാപ്പമാണ്. പെസാപ്പവും അതിൻ്റെ പാലും, നമ്മൾ പുഴുങ്ങിയെടുത്ത പെസാപ്പവും അതിൻ്റെ പാലും ഉണ്ടാക്കില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒരു സിമ്പിളായിട്ട് മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഈ അരി എടുക്കുന്നതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ഉഴുന്നെടുത്തിട്ടുള്ളത്. നമ്മളൊരു 3 അപ്പമൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരി ആദ്യം ഒന്ന് വെള്ളത്തിൽ കുതിരായിടാം. ഇത് വെള്ളത്തിലോട്ട് ഇട്ടു. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറോളം വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് ഉരുളി ചൂടായിട്ട് നമുക്കിനി ഉഴുന്ന് ഇതിലോട്ട് ഇടാം. ഇത് പയ്യെ ഒന്ന് ചുവന്ന് വരുന്ന വരെ നമുക്ക് ഒന്ന് വെച്ച് ചൂടാക്കി എടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്കിത് വാങ്ങാം. ഇതിൻ്റെ കളർ പയ്യെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ഒരു മണമൊക്കെ ഇപ്പം ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഒരു വറുത്തെടുക്കാനൊരു കൂടി പോയി ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വറുത്ത് വരുന്നതാണ്. ഇപ്പം തന്നെ കുറേയൊക്കെ കളർ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ചുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് വാങ്ങാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഉഴുന്നൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ അരി കുതിർന്നാണ് ഇനി പൊടിച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മളിവിടെ അരിയൊക്കെ ഒന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അതിലോട്ട് ഒരു മുറി തേങ്ങയും കൂടി ചിരവി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ കൂടെ നമുക്ക് ഒരു 2 തുടം വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർക്കണം. അതുപോലെ കുറച്ച് ജീരകവും കൂടി നമുക്ക് ആ കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആ കൂടെ തന്നെ നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരിപ്പൊടിയിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ചേക്കണം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടി നമ്മളിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ആവശ്യത്തിന് ഈ ഒരു പാകത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മുടെ ഈ മാവ് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ അതേ നമ്മളിപ്പോൾ പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പാത്രത്തിൽ ആ അപ്പത്തിൻ്റെ മുകളിലായിട്ട് ഒരു കുരുത്തോലയുടെ കുരിശുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇത് അപ്പച്ചമ്പ് നമ്മളിപ്പോൾ ഒന്ന് ചൂടാകാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ പോകുന്ന പെസാപ്പ് ഇറക്കി വയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് വാങ്ങി എടുക്കാം. നമ്മുടെ പെസാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെസാപ്പ് പാലുണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടിയാണ്. പിന്നെ നമ്മളിവിടെ ചെറിയൊരു കഷ്ണം കുരുത്തോല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക, ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കാണത്. ഇത് 3 നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ 1 ഗ്ലാസ് പാല്. ഇത് നമ്മുടെ ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ഒരു തേങ്ങയിലെ ആദ്യത്തെ പാലാണിത്. പിന്നെ ആ ഒരു തേങ്ങയിലെ 2ാമത്തെയും 3ാമത്തെയും പാലാണ് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ 1 ഉണ്ട ശർക്കര കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ശർക്കര നമുക്ക് ഇനി ഒന്ന് പാനിയാക്കി എടുക്കണം. നമുക്ക് പാനിയാക്കി എടുക്കാം. നമ്മൾ ഇതിലോട്ട് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ കുറച്ച് മുന്നേ ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ഇളക്കി ഇതൊരു പാനിയാക്കി എടുക്കണം. പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ 2ാം പാലും 3ാം പാലും ആണ് ഇത്. ഇതിലോട്ട് നമ്മൾ ഈ അരിപ്പൊടി ഇടുകയാണ്. നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്ക് വെച്ചതിലോട്ട് നമ്മുടെ ഈ പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാനി ഒഴിക്കുവാന്നേ. നമ്മുടെ ശർക്കര പാനിയും കൂടി നമ്മളിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പ വെച്ച് തിളപ്പിക്കാം. അപ്പോൾ ഈ നമ്മുടെ പാലിവിടെ ശരിക്കൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1ാം പാൽ ഒഴിക്കാം. നമ്മളിപ്പോൾ ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതിലോട്ട് ഏലക്കയും ജീരകവും ചുക്കും പിന്നെ നമ്മുടെ കുരുത്തോലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പാലിപ്പോൾ ഇവിടെ റെഡി ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അത് നമ്മുടെ പാലിവിടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്.